ഹായ് ഫ്രണ്ട്സ്, ന്യൂ ഇയറിൻ്റെ തലേദിവസം എങ്ങനെയായിരുന്നു, ന്യൂ ഇയർ നൈറ്റ് എങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ റെഡി ആയിട്ട് ഷോപ്പർ സിറ്റി മോളിലേക്കാണ് കേട്ടോ പോയത്. ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടിയാണ് പോയത്. ഞങ്ങൾ ഓരോ ഷോപ്പിലും കയറി ഇറങ്ങി, എല്ലാവരും ചെയ്യുന്ന പോലെ സ്റ്റുഡിയോയിലും എല്ലായിടത്തും ഒന്ന് കയറി ഇറങ്ങി. അങ്ങനെ മുകളിലെത്തിയപ്പോൾ ഇതേപോലെ ഒരു പുൽക്കൂട് കണ്ടു. എനിക്കിത് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല, ഭയങ്കര ദാരിദ്ര്യം പിടിച്ച പോലത്തെ ഒരു പുൽക്കൂടായിരുന്നു അത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഫുഡ് കഴിക്കാമെന്ന് വെച്ചാൽ അങ്ങോട്ട് നടന്നു. ഫുഡ് കോർട്ടിൽ നിന്ന് കഴിക്കുന്നോ അല്ലാത്ത ഷോപ്പിൽ നിന്ന് കഴിക്കുന്നോ എന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഒടുവിൽ ഞങ്ങൾ KFCയിലാണ് കേട്ടോ കയറിയത്. ഞങ്ങളൊരു 899 ഒരു ഫെസ്റ്റിവൽ ബക്കറ്റാണ് ഓർഡർ ചെയ്തത്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. 3 പേർക്ക് കഴിക്കാൻ പറ്റിയ മീൽസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞപ്പോഴാണ് കഴിഞ്ഞതിന് ശേഷമാണ് കൈ കഴുകാത്ത കാര്യം ഓർമ്മ. അപ്പോൾ കൈ കഴുകാൻ വേണ്ടി പോയി. ഓർഡർ ചെയ്തപ്പോൾ 899 ആണെങ്കിലും പിന്നെ GST ഒക്കെ കൂടി ഒരു 943 ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ചെറിയ വിഷമമൊക്കെ വന്നു. എല്ലാം നല്ല അത് ഗാർലിക് ടിപ്പ് ഇഷ്ടമായ. ഫുഡ് കുറച്ച് ഹെവി ആയതുകൊണ്ട് ഞങ്ങളൊരു ലൈം കൂടെ കഴിച്ചു കേട്ടോ. പുറത്ത് ഇതേപോലെ കാറ്റ് കൊണ്ടിരുന്ന് കഴിക്കാൻ വേണ്ടി നല്ല രസമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങളവിടെ ഇരുന്നു. അങ്ങനെ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി തിരിച്ച് വീടെത്തി. ഇനി രാത്രി പുഷ്പോത്സവത്തിന് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടി റെഡി ആയിട്ടോ. തൃശ്ശൂർ റൗണ്ടിലാണ് കേട്ടോ ഫ്ലവർ ഷോ നടക്കുന്നത്. അപ്പോൾ 9 മണിക്ക് അടയ്ക്കുന്നതാണ് ഞങ്ങൾ കണ്ടത്. എന്നാലും നേരത്തിന് എത്താൻ പറ്റി. 2 എൻട്രൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻട്രൻസ് ആദ്യം തപ്പി കണ്ടുപിടിക്കാൻ ഇത്തിരി പാടുണ്ടായി. അവസാനം ഞങ്ങൾ എൻട്രൻസിലെത്തി കേട്ടോ. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ അകത്തേക്ക് ടിക്കറ്റ് എടുക്കാൻ കയറി. 60 രൂപയായിരുന്നു ടിക്കറ്റിൻ്റെ പ്രൈസ്. ഈ ഡ്രസ്സ് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചു. നല്ല കളറല്ലേ, എനിക്ക് നല്ല ഭംഗിയും തോന്നി. നിങ്ങൾ കമൻസിൽ പറയണം കേട്ടോ ഇഷ്ടമായോ എന്നുള്ളത്. കിട്ടില്ല ഇതേപോലത്തെ കളി ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കളിച്ച് നോക്കിയത്. അപ്പോൾ അശ്വിനി കിട്ടിയിട്ടോ. ഒരു 50 രൂപ ചിലവിൽ ഞങ്ങൾക്ക് ഒരു 100 രൂപയും ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും കിട്ടി. ഭയങ്കര ഹാപ്പിയായി ഞങ്ങൾ. പിന്നെ ഫ്ലവർ ഷോൻ്റെ പരിപാടികൾ തുടങ്ങി. അപ്പോൾ ഓർക്കിഡിൻ്റെ ആന്തൂര്യത്തിൻ്റെ ഒക്കെ കട കണ്ടപ്പോൾ അമ്മ അവിടെ ഒന്ന് സ്റ്റോപ്പായി. ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഇതൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് അത് കാരണം കൊണ്ടും കൂടി ഞങ്ങൾ പുഷ്പോത്സവം കാണാൻ പോയത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഫ്ലവേഴ്സ്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതേപോലെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് കിട്ടുന്നുള്ള ഒരു ആഡിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർട്ടി ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് കയറി അതിൽ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഒരു പ്ലേറ്റ് മതി.
വന്നിട്ട് ഇവിടെ പ്ലേറ്റ് കണ്ടിട്ട് എടുത്ത് വന്നത് തൃശ്ശൂർ റൗണ്ടിൽ എന്ത് പരിപാടിക്ക് വന്നാലും അതിപ്പോൾ പൂരാണെങ്കിലും എക്സിബിഷൻ ആണെങ്കിലും എന്താണെങ്കിലും മുടങ്ങാതെ കഴിക്കുന്ന ഒരു ഐറ്റമാണ് ഈ കോളിഫ്ലവർ വറുത്തതും ബജിയെല്ലാം. അതെപ്പോഴും ഒരു വീക്ക്നെസ് ആണ്. നിങ്ങൾക്ക് അങ്ങനെയാണോ? ഞങ്ങൾ അധികം ചെടിയൊന്നും മേടിച്ചില്ല. ഈ ഒരു ചെടിയും അതുപോലെ അപ്പുറത്തെ കയ്യിലുള്ള റോസാപ്പൂവാണ് മേടിച്ചത്. പിന്നെ ഒരു മീൻ ചട്ടിയും കൂടെ മേടിച്ചു. ഇത്രയും മേടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഈ കമ്മൽ വിൽക്കുന്ന ചേട്ടന്മാരെ എപ്പോൾ കണ്ടാലും എനിക്കൊരു സൈഡ് വലിവാണ്. ഇവിടെ മറ്റു കടകളിൽ നല്ല റേറ്റ് കുറവിൽ കമ്മലൊക്കെ കിട്ടും കേട്ടോ. അപ്പം ഞാൻ 2 കമ്മൽ വാങ്ങിച്ചു. അതേപോലെ പൂക്കളും ചെടികളും എവിടെ കണ്ടാലും എൻ്റെ അമ്മയ്ക്കൊരു സൈഡ് വലിവാണ്. അപ്പോൾ ഇതേപോലെ പ്ലാസ്റ്റിക് പൂക്കളും കുറച്ച് മേടിച്ചു വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനൊക്കെ ആയിട്ട്. അകത്തുനിന്ന് ഞങ്ങൾ അധികം ചെടി മേടിച്ചില്ലല്ലോ, അപ്പോൾ ഇവിടെ നിന്ന് മേടിച്ചു. പിന്നെ ഞങ്ങൾ ഐസ്ക്രീം മേടിക്കാനാട്ടോ പോയത്. അയ്യോ പോയേ, സാരല്ലേ പോട്ടെ. ഐസ്ക്രീം പോയപ്പോൾ എൻ്റെ നിലവിളി ശബ്ദം നിങ്ങൾ കേട്ടില്ലേ? ഞാൻ ടെൻഡർ കോക്കനട്ടാണ് കേട്ടോ മേടിച്ചത്. അശ്വിൻ ബ്ലൂബെറിയും അതുപോലെ എൻ്റെ അനിയത്തി വേറെ ഏതോ സ്പാനിഷ് ഡിലൈറ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. ഞങ്ങൾക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു, സമയം ഒരുപാടായി. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഞങ്ങൾ പുഴയ്ക്കിലുള്ള കഫേ 1AM കേട്ടോ ഈ പോകുന്നത്. അവിടെ നല്ല ഫുഡ് ഉണ്ട്, അത് കാരണം കൊണ്ട് അങ്ങോട്ടാണ് പോയത്. അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഷോപ്പിക്ക്. കേക്കട്ടെ, എനിക്ക് ഓർമ്മയുണ്ടോ നോക്കട്ടെ. അങ്ങനെ ഫൈനലി ഞങ്ങൾ കഫേ 1AM എത്തി. നല്ല റെസ്റ്റോറൻ്റ് ആണ്. ഒരുപാട് റീൽസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അങ്ങനത്തെ റെസ്റ്റോറൻ്റ് ആണ്. ഞങ്ങൾ കയറി ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. ഒരുപാട് ഐറ്റംസ് ഉള്ളതുകൊണ്ട് ആദ്യം കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു ട്രെൻഡിങ് റീൽസിൽ കണ്ട ഐറ്റംസാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അപ്പോൾ അമ്മയും അനിയത്തിയും കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫുഡൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയതിൻ്റെ പർപ്പസ് മറന്നത്. ന്യൂ ഇയർ സെലിബ്രേഷനാണ് ഞങ്ങൾ ഇതിനൊക്കെ ഇറങ്ങിയത്. സമയം നോക്കുമ്പോൾ 11:45 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ വേഗത്തിൽ നടന്നു കേട്ടോ. കാരണം ഓട്ടോ വണ്ടിയൊന്നും അകത്തേക്ക് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നില്ല ശോഭയുടെ. അപ്പോൾ ഞങ്ങൾ അത്രയും ദൂരം നടക്കേണ്ടി വന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ അവിടെ എത്തി, ശോഭയുടെ ഫ്രണ്ടിൽ. ഒടുവിൽ താഴത്തെ പരിപാടി കഴിയുമ്പോൾ ഞങ്ങൾ മുകളിലേക്ക് ചെന്നു. അവിടെ ഏതൊരു ബാൻഡിൻ്റെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫുൾ ഡാൻസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. അങ്ങനെ ന്യൂ ഇയർ ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു. 2 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ എൻ്റെ ന്യൂ ഇയർ. നിങ്ങളുടെ ന്യൂ ഇയർ എങ്ങനെയായിരുന്നു? എൻജോയ് ചെയ്തോ നിങ്ങൾ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. മറ്റ് വീഡിയോസും കയറി നോക്കാൻ മറക്കല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു, ബൈ.